ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടത്തുന്ന മീനപ്പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പൊങ്കാല മഹോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് വിവിധ ദേശക്കാരുടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ദീപാരാധന, നിറമാല, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ചാമക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൊങ്കാല മഹോത്സവത്തിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് മുതൽ പൊങ്കാല മഹോത്സവം ആരംഭിക്കുകയാണ്. ഇന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങോടുകൂടി പരിപാടികൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ അഖണ്ഡനാമ ദേവി ഭാഗവത പാരായണം അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്ര സന്നിധി നടക്കും. നാളെ വൈകുന്നേരം ഏറ്റവും ശ്രേഷ്ഠമായ വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ഒരു ചടങ്ങായ സർപ്പബലിയും ഭഗവതി സേവയും നാളെ വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കും. അതിൽ എല്ലാ ഭക്തജനങ്ങളും സാധാരണഗതിയിൽ പങ്കെടുക്കാറുള്ളതാണ്. മറ്റന്നാൾ, അതായത് ഞായറാഴ്ച രാവിലെ 16-ാം തീയതി ഞായറാഴ്ച രാവിലെയാണ് പൊങ്കാല സമർപ്പണം. 5 മണിക്ക് തന്നെ കിറ്റ് വിതരണം ആരംഭിച്ച് 9 മണിക്ക് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് 11 മണിക്ക് പൊങ്കാല സമർപ്പണം ആരംഭിക്കുന്നതായിരിക്കും. നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കുകയാണ്. ചാമക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ 14ാമത്തെ പൊങ്കാലയാണ് ഈ വർഷം ഇവിടെ നടക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകളാണ് സാധാരണഗതിയിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ പൊങ്കാല സമർപ്പിക്കാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അതേപോലെ ഭക്തജന തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. 300 രൂപ അടച്ചു കഴിഞ്ഞാൽ പൊങ്കാല സമർപ്പിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ അടങ്ങിയ കിറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക സമ്മേളനം ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി, സന്താനഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി, പഠന മികവ് ലഭിക്കുന്നതിന് വേണ്ടി, സർവ്വ ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ വ്രതം അനുഷ്ഠിച്ച് ഇവിടേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആനന്ദവും അനുഭൂതിയും സമാധാനവും അതൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയത എന്ന് ഞാൻ കരുതുകയാണ്. ക്ഷേത്രം പ്രസിഡന്റ് തലച്ചിറ സുരേന്ദ്രൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സാജു സേവ്യർ, രാഘവൻ തെങ്ങുംപുള്ളിൽ, പ്രഭാവതി പുളിമൂട്ടിൽ, റവറന്റ് ഫാദർ നോബിൾ ഓണംകുളം, ശിവരാമൻ തലച്ചിറ, നിഷാദ് കുമാർ, ഷിജി രാമകൃഷ്ണൻ, പ്രേമരാജൻ മഞ്ചേരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് ബാംബു ഡാൻസ്, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയും അരങ്ങേറി. ക്ഷേത്രം ഇവിടെ പുനർനിർമ്മിച്ചിട്ട് ഏകദേശം 10-15 വർഷമേ ആയുള്ളെങ്കിലും ഏകദേശം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 300 വർഷങ്ങളോളം പഴക്കമുണ്ട് നമ്മളെ ഈ ക്ഷേത്രവും ഈ പരിസരത്തിനും. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity.